ഹലോ, എല്ലാവർക്കും ബയോസിന്റെ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ മൊഡ്യൂൾ 6 എംബ്രിയോളജിയിലെ മെഗാസ്പോറോജനസിസ് ആൻഡ് ടൈപ്സ് ഓഫ് ഓവൽസ് ഈ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത് പോകാം. വീഡിയോയിൽ ഒരു പൂവിലെ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ജനികുടം അഥവാ പിസ്റ്റിൽ ഓർ ഗൈനീഷ്യമാണ്. ഗൈനീഷ്യം ഓർ പിസ്റ്റിൽ ഓർ ജനികുടമാണ് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് പൂവിൽ കണക്കാക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്ന ഓരോ യൂണിറ്റുകളെ ജനി അഥവാ കാർപ്പൽ എന്നറിയപ്പെടുന്നു. അതായത് ജനികുടം നിർമ്മിച്ചിരിക്കുന്നത് ജനികൾ കാർപ്പൽ കൊണ്ടാണ്. ചില പൂക്കളിലെ ജനിപുടത്തിൽ ഒരു ജനി മാത്രം കാണപ്പെടും. ഒറ്റ ജനി കൊണ്ടായിരിക്കും ജനിപുടം നിർമ്മിച്ചിരിക്കുന്നത്. അത്തരം കണ്ടീഷനെ മോണോ കാർപ്പലറി പിസ്റ്റിൽ എന്ന് പറയും. എക്സാമ്പിൾ ഫയർ പീ. എന്നാൽ മറ്റു പൂക്കളിലെ ജനിപുടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ ജനികൾ കൊണ്ടായിരിക്കാം. ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പിസ്റ്റിൽസ് ആയിരിക്കും കാണപ്പെടുന്നത്. ആ കണ്ടീഷനെ മൾട്ടി കാർപ്പലറി ഓർ പോളി കാർപ്പലറി പിസ്റ്റിൽ എന്ന് പറയും. എക്സാമ്പിൾ നമ്മുടെ ചെമ്പരത്തിയും ചെമ്പകം, മൈക്കീലിയ ചെമ്പകം എന്നറിയപ്പെടുന്ന ചെമ്പകത്ത് ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയാം. മുകളിലത്തെ ചിത്രം ശ്രദ്ധിക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന ചെമ്പരത്തിയുടെ ഗൈനീഷ്യ പിസ്റ്റിലാണ്. അതിനകത്ത് 5 കാർപ്പൽ ചേർന്ന് ഫ്യൂസ്ഡ് കണ്ടീഷനിലാണ് കാണപ്പെടുന്നത്. അതായത് 5 ചേർന്ന് കാണപ്പെടുന്നു. ഫ്യൂസ് സ്വതന്ത്രമായിട്ടല്ല കാണപ്പെടുന്നത്. ആ കണ്ടീഷനെ സിൻകാർപ്പസ് എന്നാണ് പറയുന്നത്. ചെമ്പരത്തിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ രണ്ടാം ചിത്രം പപ്പാവർ എന്ന ചെടിയുടെ ഗൈനീഷ്യമാണ്. കറുപ്പെടുക്കുന്ന പപ്പാവർ എന്ന പ്ലാന്റിന്റെ ഗൈനീഷ്യമാണ് കൊടുത്തിരിക്കുന്നത്. അതിലും ഉള്ള ജനിപുടങ്ങളെല്ലാം ചേർന്ന്, അതായത് ജനികളെല്ലാം ചേർന്ന് ഒറ്റ ജനിപുടമായിട്ടാണ് കാണപ്പെടുന്നത്. അതും സിൻകാർപ്പസ് കണ്ടീഷനിലാണ് കാണപ്പെടുന്നത്. എന്നാൽ മൂന്നാമത്തെ ചിത്രത്തില് മൈക്കീലിയ ചെമ്പകം എന്ന പ്ലാന്റിന്റെ ഗൈനീഷ്യമാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ന്യൂമറസ് കാർപ്പൽസ് കാണാൻ കഴിയും. ഓരോ കാർപ്പലും സ്വതന്ത്രമായാണ് കാണപ്പെടുന്നത്, തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടില്ല. ഓരോ കാർപ്പലും ഓരോ ജനികളും സ്വതന്ത്രമായി കാണപ്പെടുന്നതുകൊണ്ട് ഈ കണ്ടീഷനെ അപ്പോ കാർപ്പസ് പിസ്റ്റിൽ എന്നും അറിയപ്പെടാറുണ്ട്. ഒരു കാർപ്പലിന്, ഒരു ജനിക്ക് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുള്ളത്. ഏറ്റവും മുകളിലത്തെ ഭാഗം പരാഗണ സ്ഥലം, അവിടെയാണ് പോളൻ ഗ്രെയിൻസ് പരാഗണ അണുക്കൾ വന്ന് വീഴുന്നത്. പിന്നെ നേരത്തെ താഴോട്ട് കാണപ്പെടുന്ന ദണ്ട് പോലുള്ള ഭാഗമാണ് ജനി ദണ്ട് എന്നറിയപ്പെടുന്ന സ്റ്റൈൽ. ഏറ്റവും താഴെ ബേസിലായിട്ട് ഒരു സോളൻ പോർഷൻ ഉണ്ടാവും. അതിന് ഓവറി അല്ലെങ്കിൽ അണ്ടാശയം എന്ന് പറയും. ഈ അണ്ടാശയത്തിനുള്ളിൽ ഒരു അറ കാണപ്പെടും. ഇതിനെ അണ്ടാശയ അറ അഥവാ ഒവേറിയൻ ക്യാവിറ്റി ഓർ ലോക്യൂൾ എന്നറിയപ്പെടുന്നു. ഈ അറയ്ക്കുള്ളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കലകളാണ് പ്ലാസന്റ. ഈ പ്ലാസന്റയിലാണ് ഓവിളുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഓവിളുടെ എണ്ണം ഒന്നാകാം, ഒന്നിൽ കൂടുതലാകാം. ചില ചെടികളിൽ ഒരു ഓവിൾ മാത്രമേ കാണൂ. എക്സാമ്പിൾ നെല്ല്, മാങ്ങയൊക്കെ എക്സാമ്പിൾ ആണ്. എന്നാൽ പപ്പായ, തണ്ണിമത്തൻ, പയറ് തുടങ്ങിയ ചെടികളുടെ ഓവറിക്കകത്ത് ഒന്നിൽ കൂടുതൽ ഓവിൾസ് കാണപ്പെടാറ്. അടുത്തതാണ് മെഗാസ്പൊറാഞ്ചിയം അഥവാ ഓവ്യൂൾ. എവിടെയാണോ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഭാഗമാണ് മെഗാസ്പൊറാഞ്ചിയം. അപ്പോൾ ഇവിടെ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്യുന്നത് ഓവിളിന്റെ ഉള്ളിലായതുകൊണ്ട് ഓവിളിനെ മെഗാസ്പൊറാഞ്ചിയമായിട്ട് കണക്കാക്കുന്നു. ഒരു മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവിൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു? ഓവറിക്കകത്ത് ഒവേറിയൻ അറയിലെ നേരത്തെ പറഞ്ഞൊരു പ്ലാസന്റ ടിഷ്യൂ ഉണ്ടാവും. ആ ടിഷ്യൂവിൽ ഒരു മുഴ പോലെ, ബൾജ് പോലെ ഒരു കൂട്ടം കോശങ്ങളോട് കൂടിയായിരിക്കും ഓവിൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിന്റെ താഴ്ഭാഗം, ബേസൽ ഭാഗം ഒരു സ്റ്റാക്കായി മാറുന്നു. ഓവിളിന്റെ സ്റ്റാക്കിനെ ഫ്യൂണിക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്റ്റാക്കും പിന്നെ ഒരു ബോഡിയും കാണും. ഈ സ്റ്റാക്കും ബോഡിയും തമ്മിൽ ചേരുന്ന ഭാഗത്തിനെ ഹൈലം എന്ന് പറയും. അതായത് ചിത്രം കൂടെ ശ്രദ്ധിക്കുക. ഓവിളിന് ഒരു സ്റ്റാക്ക് ഉണ്ടാവും. ആ സ്റ്റാക്കും അതിന്റെ ബോഡിയും ചേരുന്ന ഭാഗം ഹൈലം എന്ന് പറയും. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള പയർ എടുത്ത് നോക്കുക. പയറിൽ ഒരു ചെറിയ ഭാഗത്ത് ഒരു സ്കാർ, അടയാളം പോലെ ബ്ലാക്ക് ഡോട്ടിലോ വൈറ്റ് ഡോട്ടിലോ ഒരു ചെറിയ അടയാളം കാണാറുണ്ട് അല്ലെ? ഈ അടയാളം എന്ന് പറയുന്നത് ഹൈലമാണ്. അതായത് മെച്ചർ ആകുമ്പോൾ, വിത്താകുമ്പോൾ ഈ ഹൈലത്തിന്റെ ഭാഗത്തുനിന്ന് സീഡ് ഇളകി പോകുമ്പോൾ ആ ഹൈലം ഒരു സ്കാർ, അടയാളം പോലെ കാണപ്പെടാറുണ്ട്. ഇനി വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്യൂണിക്കിളും ബോഡിയും ചേരുന്ന ഭാഗത്തിന്റെ ഏറ്റവും ആ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗം, കർവ് ചെയ്തിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചു നോക്കി. സ്റ്റാക്ക് വന്ന ബോഡിയിൽ ഇങ്ങനെ വളഞ്ഞ് കർവ് ചെയ്യുന്ന ഭാഗത്തിനെ റാഫെ എന്നാണ് അറിയപ്പെടുന്നത്. ആ കർവ്ഡ് പോർഷനെ റാഫെ എന്നാണ് അറിയപ്പെടുന്നത്. ഓവിളിനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു 2 ആവരണമുള്ള പാളി കാണപ്പെടുന്നു. 2 ലെയർ ഉണ്ടാകും. അത് ഓവിളിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് 2 ലെയർ കാണപ്പെടും. അതിനെ ഇന്റഗമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഔട്ടർ ഇന്റഗമെന്റ്സും അതേ അകത്ത് പുറത്തുമായിട്ട് ഓരോ പാടുകൾ കാണപ്പെടും. ഇന്നർ, ഔട്ടർ അങ്ങനെ 2 ഇന്റഗമെന്റ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. മെച്ചുർ ആകുമ്പോൾ ഇത് സീഡായിട്ട് മാറുമ്പോൾ ഈ ഇന്റഗമെന്റ്സ് ആണ് സീഡിന്റെ സീഡ് കോഡ് ഓർ ബീജാവരണം അല്ലെങ്കിൽ ബീജ കവചമായിട്ട് മാറുന്നത്. ഓവിളിന്റെ എല്ലാ ഭാഗത്തും ഇന്റഗമെന്റ് കംപ്ലീറ്റ് ആയിട്ട് കാണപ്പെടില്ല. ഒരു ഭാഗത്ത് ഇന്റഗമെന്റ് ആബ്സെന്റ് ആയി സുഷിരം പോലെ, ഹോള് പോലെ കാണപ്പെടും. ഈ ഭാഗത്തിനെ മൈക്രോപൈൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മൈക്രോപൈലിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തിന് ഒരു വൈഡർ പാർട്ട് ഉണ്ടാവും. അതിനെ ചലാസ എന്ന് പറയുന്നു. ശരിക്കും ഒരു ഓവിളിന്റെ ബേസ് ആയിട്ട് കണക്കാക്കുന്നത് ചലാസൽ പാർട്ടിനെയാണ്. ബേസൽ പാർട്ടായിട്ട് കണക്കാക്കുന്നത്
ചലാസയായിരിക്കും. ആ ചലാസയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും മൈക്രോപൈൽ കാണപ്പെടുന്നത്. പിന്നീട് ഇതിനകത്ത് ഓവിനകത്ത് ലെയറിനകത്ത് ഒരു കൂട്ടം പാരഗൈമ കോശങ്ങൾ കാണപ്പെടും. ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന പാരഗൈമ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. ഈ ന്യൂസെല്ലസിൽ ഒരുപാട് ആഹാര സമ്പുഷ്ടമാണ്, സമൃദ്ധ ആഹാര ശകലങ്ങൾ കാണപ്പെടുന്ന റിസർവ് മെറ്റീരിയൽസ് കാണപ്പെടുന്നുണ്ട്. ഇതിനുള്ളിലെ ആഹാരം സ്വീകരിച്ചിട്ടാണ്, അതായത് പാരഗമ കോശങ്ങൾ കാണപ്പെടുന്ന ന്യൂസെൽസിലെ ആഹാരങ്ങൾ സ്വീകരിച്ചിട്ടാണ് ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന മെഗാസ്പോർ, പിന്നെ അതിൽ നിന്നൊരു ഭ്രൂണസഞ്ചി എംബ്രിയോസ് ആക്കുക ഡെവലപ്പ് ചെയ്യാൻ പോകും. മെഗാസ്പോറോജെനിസിസ്, അതായത് എങ്ങനെയാണ് മെഗാസ്പോർ ഓവിനകത്ത് ഉണ്ടാകുന്നത്. ഓവിനകത്ത് എന്താ പ്രത്യേകത? ഓവിലിന് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഇന്റഗ്മെന്റ് ഉണ്ട്, അതിനകത്ത് ഒരു പാരഗമ കോശമുണ്ട്, ന്യൂസെല്ലസ് എന്ന് പറയും. ഇതിൽ മൈക്രോപൈലർ ഭാഗം, ഹോള് വരുന്ന ഭാഗത്തെ പാരഗമ കോശം, ന്യൂസെല്ലസിലെ പാരഗമ കോശങ്ങളിൽ നിന്നും ഒരു സെല്ലിൽ നിന്ന് മോഡിഫൈ ചെയ്യും. ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് മറ്റ് സെല്ലുകളിൽ നിന്ന് വ്യത്യാസമായി മോഡിഫൈ ചെയ്തുണ്ടാകുന്ന ആ ഒരു പ്രത്യേക സെല്ലിനെ മെഗാസ്പോർ മദർ സെൽ അല്ലെങ്കിൽ മെഗാസ്പോർ മാതൃ കോശം എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. 2 സെറ്റ് ക്രോമസോമുള്ള ഡിപ്ലോയിഡ് കണ്ടീഷനുള്ള ഒരു സെല്ലായിരിക്കും. ഈ സെല്ലിന് പിന്നെ മിയോസിസ് അഥവാ ഊനഭംഗം നടക്കും. ഊനഭംഗം എന്ന് നമുക്കറിയാലോ, ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 4 സെല്ലുകൾ ഉണ്ടാവും, 4ഉം ഹാപ്ലോയിഡ് ആയിരിക്കും. അങ്ങനെ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് വിധേയമാവുകയും 4 മെഗാസ്പോറുകൾ ഉണ്ടാകുകയും ചെയ്യും. ഈ 4 കൂടെ ചേർന്ന് വരികളായിട്ടിരിക്കുന്ന ആ കണ്ടീഷനെ മെഗാസ്പോർ പെട്രാഡ് എന്നാണ് പറയുന്നത്. മെഗാസ്പോർ പെട്രാഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ലീനിയർ ടെട്രാഡ് കണ്ടീഷൻ ഉണ്ടാകുന്നു. ഒരു പ്രത്യേക ശ്രദ്ധ, ആ ചിത്രം നോക്കുക. അവിടെ 4 മെഗാസ്പോറെ അടുക്കി ലീനിയർ ടെട്രാഡ് അറേഞ്ച് ചെയ്യുന്നതിൽ മുകളിലുള്ള 3 നശിച്ചു പോകും. അതായത് അപ്പർ 3 ആർ ബി ജനറേറ്റഡ്. മുകളിലുള്ള 3 മെഗാസ്പോറും നശിച്ചു പോവുകയും റിമൈനിങ് ആയിട്ടുള്ള ബാക്കി വരുന്ന ഒരു മെഗാസ്പോർ ആയിരിക്കും ഫങ്ഷണൽ മെഗാസ്പോറോട് ആക്ട് ചെയ്യുകയും പിന്നെ അത് വളർന്ന് ഭ്രൂണസഞ്ചി അല്ലെങ്കിൽ എംബ്രിയോസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഒരു മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ് 4 മെഗാസ്പോർ ഉണ്ടാവും, അതിൽ 3 നശിച്ചു പോയിട്ട് ബാക്കിയുള്ള ഒരു മെഗാസ്പോർ എന്നായിരിക്കും ഭ്രൂണസഞ്ചി അല്ലെങ്കിൽ എംബ്രിയോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മെഗാസ്പോർ ബാക്കിയുണ്ട് അല്ലേ? ആ മെഗാസ്പോറിന്റെ അകത്ത് അതൊരു സെല്ലാണല്ലോ, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനെ റിപ്പീറ്റഡ് ആയിട്ട് 3 ക്രമഭംഗത്തിന് വിധേയമാണ്, അതായത് മൈറ്റോസിന് വിധേയമാണ്. ക്രമഭംഗം നടക്കുന്നത് നമുക്കറിയാം, ഒരു സെല്ല് ഡിവൈഡ് 2, പിന്നെ 2 വെച്ച് മാത്രം ഡിവൈഡ് ചെയ്യും അല്ലേ? ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, 2 ന്യൂക്ലിയസ് ആയിട്ട് മാറും വിത്തൗട്ട് സൈറ്റോകൈനസ്, അതായത് കോശദ്രവ്യ വിഭജനം ഇല്ലാതെ. സാധാരണ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാരിയോകൈനസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ സൈറ്റോകൈനസ് നടക്കണം, കോശദ്രവ്യം വിഭജിക്കണം. പക്ഷെ ഇവിടെ കോശദ്രവ്യം വിഭജിക്കാതെ 3 തവണയാണ് ഈ ന്യൂക്ലിയസ് എടുത്ത് ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസ് നടക്കുന്നത്. ആദ്യം ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, മെഗാസ്പോർ നിന്നും ഒരു ന്യൂക്ലിയസ്, അതിന് ആദ്യം ഒരു ഡിവിഷൻ നടന്ന് 2 ന്യൂക്ലിയസ് ആയി, പിന്നെ 2 ഡിവിഷൻ നടക്കുമ്പോൾ 4 ആയി, 4 നടന്ന് 8 ആയി. അങ്ങനെ ഒരു മെഗാസ്പോർ വളർന്നു വലുതായി ഒരു ഭ്രൂണസഞ്ചിയായിട്ട് മാറുമ്പോൾ അതിനുള്ള 8 ന്യൂക്ലിയസുകൾ കാണപ്പെടും. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യാത്തതുകൊണ്ടാണ് 8 ന്യൂക്ലിയസ് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പൊ മെഗാസ്പോർ ബാക്കി വന്ന ഒരു മെഗാസ്പോർ അത് വളർന്നു വലുതായി സഞ്ചിയായിട്ട് മാറും, അതിനെ ഭ്രൂണസഞ്ചി അല്ലെങ്കിൽ എംബ്രിയോസാക്ക് എന്ന് പറയുന്നു. അതിനുള്ളിലെ ന്യൂക്ലിയസിനെ 3 തവണ ക്രമഭംഗം നടന്ന് 8 ന്യൂക്ലിയസ് ഉണ്ടാകും. ഒന്ന് അത് 2 ആകുന്നു, പിന്നെ 4 ആകുന്നു, പിന്നെ 8 ആയിട്ട് മാറും. ചിത്രം കൂടെ എല്ലാവരും ശ്രദ്ധിച്ചു വേണം, പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ചിത്രം കൂടെ ശ്രദ്ധിക്കുക. നോക്കുക, ആ ചിത്രത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്നുണ്ട് 2 ന്യൂക്ലിയസ് ഫോം ചെയ്തു. ആദ്യത്തെ ഡിവിഷൻ 2 ന്യൂക്ലിയസ് ഫോം ചെയ്തു, പിന്നെ രണ്ടാമത്തെ ഡിവിഷൻ 4 ആയി, പിന്നെ 8 ആയി. ഓരോ പോളിലും ഓരോ ധ്രുവത്തിലും 4 ന്യൂക്ലിയസ് വീതം കാണപ്പെടുന്നുണ്ട് അല്ലെ? ആ ഓരോ പോളിൽ നിന്നും ഓരോ ന്യൂക്ലിയസ് മൂവ് ചെയ്ത് സെന്ററിൽ വരും. അങ്ങനെ സെന്ററിൽ വരുന്ന ആ ന്യൂക്ലിയസിനെ പോളാർ ന്യൂക്ലിയ എന്നാണ് പറയുന്നത്. അത് ഡിപ്ലോയിഡ് കണ്ടീഷനായിരിക്കും. കാരണം 2 ന്യൂക്ലിയസ് ചേർന്നാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് ഒറ്റ ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോൾ അതിനെ സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ ദ്വിതീയ മർമ്മങ്ങൾ എന്നറിയപ്പെടുന്നു. അങ്ങനെ അത് രണ്ടും കൂടെ ചേർന്നുണ്ടാകുമ്പോൾ അത് ഡിപ്ലോയിഡ് കണ്ടീഷനിലാണല്ലോ കാണപ്പെടുന്നത്. അപ്പോൾ ഓരോ പോളിൽ നിന്നും 4 ന്യൂക്ലിയസ് ഉള്ളതിൽ നിന്നും ഓരോ ന്യൂക്ലിയസ് മൂവ് ചെയ്ത് സെന്ററിൽ വന്നത് പോളാർ ന്യൂക്ലിയ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ പിന്നീട് അത് ഫ്യൂസ് ചെയ്ത് സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഇപ്പോൾ ഓരോ പോളിലും എത്ര ന്യൂക്ലിയസ് ബാക്കിയുണ്ട്? 3 വെച്ച് ബാക്കിയുണ്ട്. എവിടെയാണോ ചലാസ റീജിയൻ ഉള്ളത് ആ ഭാഗത്തുള്ള 3 ന്യൂക്ലിയസ് ചുറ്റും കോശദ്രവ്യത്തിന്റെ വിഭജനം നടന്ന് സൈറ്റോകൈനസ് നടന്ന് 3 കോശങ്ങൾ ഉണ്ടാവും. അതിനെ ആന്റിപോഡൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ആന്റിപോഡൽസ് 3ഉം ഹാപ്ലോയിഡ് തന്നെയായിരിക്കും. മൈക്രോപൈലർ ഹോൾ സുഷിരം വരുന്ന ഭാഗത്തെ 3 സെല്ലുകളിൽ 3 സെല്ല് അവിടെ ഉണ്ടാവും. 3 ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അത് കോശദ്രവ്യം വിഭജനം നടന്നിട്ട് അവിടെയും 3 സെല്ലുകൾ ഉണ്ടാവും. അതിൽ നടുക്കുള്ള വലിയ സെല്ലിനെയാണ് നമ്മൾ ഫീമെയിൽ ഗ്യാമിറ്റായ
എഗ് അഥവാ അണ്ടം എന്നറിയപ്പെടുന്നത്. അതും ഹാപ്ലോയിഡ് തന്നെയായിരിക്കും. പിന്നെ അതിന്റെ സൈഡിലായിട്ട് കാണപ്പെടുന്ന രണ്ട് ഹെൽപ്പിംഗ് സെല്ലുകളെ സൈനർജിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതും ഹാപ്ലോയിഡ് ആയിരിക്കും. ഈ സൈനർജിഡിൽ കാണപ്പെടുന്ന ചിത്രം ശ്രദ്ധിക്കുക. ഒരു സിംഗിൾ ലൈക്ക് പ്രൊജക്ഷൻ, ചെറിയൊരു സെല്ലുലാർ തിക്കനിങ് കാണപ്പെടും. ഇതിനെ ഫിലിപ്പോം അപ്പാരറ്റസ് എന്നാണ് അറിയപ്പെടുന്നത്. പോളൻ ട്യൂബിന്റെ എൻട്രിക്ക് സഹായിക്കുന്നത് ഈ ഫിലിപ്പോം അപ്പാരറ്റസ്. അപ്പോൾ മെഗാസ്പോർ 4 മെഗാസ്പോർ ഉണ്ടായി, 3 നശിച്ചു പോയി. ഒരു മെഗാസ്പോർ വളർന്നു വലുതായി എംബ്രിയോസാക്ക് പൂർണ്ണസഞ്ചിയായിട്ട് മാറുമ്പോൾ അതിൽ ഉള്ളിലുണ്ടായിരുന്ന ന്യൂക്ലിയസ് 3 തവണ ഡിവൈഡ് ചെയ്തതിന്റെ ഫലമായിട്ട് 8 ന്യൂക്ലിയസിൽ മാറുകയും ഓരോ പോളിൽ 4 വെച്ച് മാറുകയും ചെയ്യും. സെന്ററിലേക്ക് ഓരോ പോളിൽ നിന്ന് ഓരോ ന്യൂക്ലിയസ് മൂവ് ചെയ്ത് പോളാർ ന്യൂക്ലിയസ് ആയിട്ട് മാറി. പിന്നെ ചെലാസർ റീജിയനിലുള്ള 3 ന്യൂക്ലിയസ് ആന്റിപോഡൽസ് ആയിട്ട് മാറി. 3 ഹാപ്ലോയിഡ് ആണ്. 3 ആന്റിപോഡൽസ് ഉണ്ടായിരിക്കും. മൈക്രോപൈലർ എൻഡിലുള്ള 3 ന്യൂക്ലിയസ് സെല്ലായിട്ട് മാറുമ്പോൾ ഒരു എഗ്ഗും 2 സൈനർജിഡ്സ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ പിന്നെ സെൻട്രൽ ആ പോളാർ ന്യൂക്ലിയർ ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊരു വലിയ സെല്ലായിട്ട് മാറും. അതിനെ സെൻട്രൽ സെൽ അല്ലെങ്കിൽ കേന്ദ്രീയ കോശം എന്നാണ് അറിയുന്നത്. ഇവിടെ എഗ്ഗും സൈനർജിഡും ചേർത്തുണ്ടായെന്ന് പറഞ്ഞല്ലോ. ഈ എഗ്ഗിനെയും സൈനർജിഡിനെയും ചേർത്ത് എഗ് അപ്പാരറ്റസ് എന്നാണ് അറിയപ്പെടുന്നത്. എഗ്ഗും സൈനർജിഡും ചേർന്നുണ്ടാകുന്ന അവസ്ഥയാണ് എഗ് അപ്പാരറ്റസ്. അപ്പോൾ ഒരു മെച്ചുവർ ആയിട്ടുള്ള എംബ്രിയോസാക്കിന്റെ പ്രത്യേകത, എംബ്രിയോസ് ഹാപ്ലോയിഡ് ആണ്. അതിനകത്ത് നമുക്ക് 8 ന്യൂക്ലിയസും 7 സെല്ലുകളും കാണും. ഏതൊക്കെയാ 8 ന്യൂക്ലിയസ്? 3 ആന്റിപോഡൽസ്, 3 സെല്ലുമായി 3 ന്യൂക്ലിയസുമായി. പിന്നെ എഗ് അപ്പാരറ്റസിന്റെ ഒരു എഗ്ഗും 2 സൈനർജിഡ്, അപ്പോഴും 3 സെല്ല്, 3 3 6 സെല്ലായി, 6 ന്യൂക്ലിയസ് ആയി. സെൻട്രലുള്ള സെൻട്രൽ സെൽ, അപ്പൊ 7 സെല്ലായി. പക്ഷെ അതിൽ മാത്രം 2 ന്യൂക്ലിയസ് ഉണ്ട്, പോളാർ ന്യൂക്ലിയസ്. അങ്ങനെ മെച്ചുവർ ആയിട്ടുള്ള എംബ്രിയോസാക്കിന് 8 ന്യൂക്ലിയസും 7 കോശങ്ങളും കാണിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ആ ഭ്രൂണസഞ്ചി എംബ്രിയോസാക്ക് ഉണ്ടായത്? മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്തുണ്ടായ 4 മെഗാസ്പോറിൽ 3 നശിച്ചു പോവുകയും ഒരെണ്ണം മാത്രം വളർന്നു വലുതായി ഭ്രൂണസഞ്ചിയായിട്ട് മാറി. ഈ ഒരു ടൈപ്പിനെ മോണോസ്പോറിക് തരം എംബ്രിയോസാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. മോണോസ്പോറിക്, സിംഗിൾ സ്പോർ എന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 3 നശിച്ചു പോയല്ലോ. ഇത് സാധാരണ നമുക്ക് പോളിഗോണം എന്ന പ്ലാന്റിൽ കാണാൻ കഴിയും. ആദ്യമായിട്ട് ഇത് ഒബ്സർവ് ചെയ്തത് പോളിഗോണം എന്ന പ്ലാന്റിലും അതുപോലെ തന്നെ ഈനോപ്റ്ററ എന്നൊരു പ്ലാന്റിലും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഈനോപ്റ്ററിൽ മറ്റൊരു പ്രത്യേകത, അതിൽ ആന്റിപോഡക്സ് ഇല്ലാത്ത സെല്ലുകളായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ 3 സെല്ല് കുറവായിരിക്കും. 4 കോശങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ, ആന്റിപോഡക്സ് ആബ്സെന്റ്. അതാണ് ഈനോപ്റ്ററുടെ പ്രത്യേകത. പക്ഷെ അവിടെ ഡെവലപ്മെന്റ് ഉണ്ടായതും സിംഗിൾ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോസാക്ക് ഉണ്ടായത്. അതിന് മോണോസ്പോർ ടൈപ്പ് എന്ന് പറയാം. ചില ചെടികളിൽ ഉള്ളി, അതുപോലെ സ്കില്ല തുടങ്ങിയ ചെടികളുടെ പ്രത്യേകത, അവിടെ ബൈസ്പോറിക് ടൈപ്പ് കാണപ്പെടുന്നു. അതെനിക്ക് ബൈസ്പോറിക് ടൈപ്പ് എന്ന് പറയുന്നത് 4 മെഗാസ്പോറിൽ നിന്ന് 2 നശിച്ചു പോയിട്ട് 2 സെല്ല് ബാക്കി ഉണ്ടാകും. ആ 2 നിന്നായിരിക്കും എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ പെപ്പറോമിയ, അഡോക്സ, പ്ലംബാഗോ തുടങ്ങിയ ചെടികളുടെ പ്രത്യേകത ടെട്രാസ്പോറിക് ടൈപ്പ് എംബ്രിയോസാക്കായിരിക്കും കാണപ്പെടുന്നത്. അതായത് 4 മെഗാസ്പോറും ചേർന്നായിരിക്കും അവിടെ എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഇങ്ങനൊരു ഡെവലപ്മെന്റൽ സ്റ്റേജ് നമ്മളെ മുന്നിൽ എത്തിക്കുകയും അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തത് പഞ്ചാനൻ മഹേശ്വരി എന്ന സയന്റിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാനൻ മഹേശ്വരിയെ കണക്കാക്കുന്നത് ഇന്ത്യയുടെ എംബ്രിയോയുടെ പിതാവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എംബ്രിയോസാക്കിനുള്ളിലാണ് ഫീമെയിൽ ഗ്യാമറ്റിക് എഗ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എംബ്രിയോസാക്കിനെ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ്, സ്ത്രീ ഗ്യാമിറ്റോഫൈറ്റ് എന്നാണ് കണക്കാക്കുന്നത്. 1-2 അഡീഷണൽ പോയിന്റ് നോക്കാം. ഒന്ന് ഒപ്റ്റുറേറ്റർ. ഒപ്റ്റുറേറ്റർ എന്ന് പറയുന്നത് പ്ലാസന്റിൽ നിന്നോ അല്ലെങ്കിൽ ഫ്യൂണിറ്റിൽ നിന്നോ ഉണ്ടാകുന്ന ഒരു ഔട്ട് ഗ്രോത്ത്, അധിക വളർച്ചയായിരിക്കും. പരാഗരേണുവിന്റെ, പോളൻ ഗ്രെയിൻസിന്റെ ഡെവലപ്മെന്റ് സമയത്ത് ഉണ്ടാകുന്ന പരാഗനാളം, പോളൻ ട്യൂബിന്റെ എൻട്രിക്കും അതിന്റെ ഒരു മാർഗനിർദ്ദേശത്തിന് വേണ്ടി സഹായിക്കുന്നത് ഈ ഇത്തരം അധിക വളർച്ചകളായിരിക്കും, ഒപ്റ്റുറേറ്റർ ആയിരിക്കും. എക്സാമ്പിൾ ടെട്രാഗോണിയ എന്ന പ്ലാന്റിൽ കാണാം. അടുത്താണ് സെക്കം എന്നറിയപ്പെടുന്നത്. സെക്കം എന്ന് പറയുന്നത് ന്യൂസെൽസിൽ നിന്ന് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഇൻഡകമിൽ നിന്ന് കാണപ്പെടുന്ന ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു അധിക വളർച്ചയായിരിക്കും, ഔട്ട് ഗ്രോത്ത്. ഹോസ്റ്റോറിയ എന്നൊക്കെ പറയുക. അതുപോലെ അത് ന്യൂസെൽസ് നിന്നാകാം അല്ലെങ്കിൽ ഇൻഡകമിൽ നിന്നാകാം. ഇവിടെ നിന്നുണ്ടാകുന്ന ഒരു ഔട്ട് ഗ്രോത്ത് ആയിരിക്കും, ന്യൂട്രിയൻസിനെ അബ്സോർഷന് വേണ്ടി സഹായിക്കും. ഇതിനെയാണ് സെക്കം എന്ന് അറിയുന്നത്. പിന്നെ നമ്മൾ ഇൻഡകമെന്റ് പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സീഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അധികമായിട്ട് കാണപ്പെടുന്ന ഇൻഡകമെന്റ്, 3ാമത്തെ ഇൻഡകമെന്റ് ഈറിൽ എന്നറിയപ്പെടുന്നു, ജാതിക്കയിൽ കാണപ്പെടുന്നു പറഞ്ഞത്. ഇപ്പൊ ചില ചെടികളിൽ ഇൻഡകമെന്റ് ഇല്ലാത്ത ഓവുകളും കാണപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇൻഡകമെന്റ് 2 ഇൻഡകമെന്റ് ഉള്ളതാണ് നോർമലി കാണപ്പെടുന്നത്. 3ാമത്തെ ഇൻഡകമെന്റ് ആണ് ഈറിലായിട്ട് ചില ചെടികളിൽ കാണപ്പെടുന്നത്. എക്സാമ്പിൾ ജാതിക്ക. അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഓവുകൾ, വിവിധ തരം ഓവുകളുകൾ. നമ്മുടെ സിലബസിൽ 3 പറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ 3 പഠിക്കാൻ തന്നിരിക്കുന്നത് 6 ടൈപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ 6 എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ 3 പഠിച്ചാൽ. 1ാമത്തെ ടൈപ്പാണ് ഓർത്തോട്രോപ്പസ് ടൈപ്പ്. അതായത് സാധാരണ കുരുമുളകിൽ ഫാമിലിയിൽപ്പെട്ട
പെപ്പറേസി ഫാമിലിപ്പെട്ട കുരുമുളകിലും പോളിഗോണേസി ഫാമിലിയിലെ ചെടികളിലും അർട്ടിക്കേസി തുടങ്ങിയ ചെടികളിലൊക്കെ ഫാമിലിപ്പെട്ട ചെടികളിലൊക്കെ നമുക്ക് ഓർത്തോട്രോപ്പസ് ഓവുകൾ കാണാൻ കഴിയും. എന്താണ് ഓർത്തോട്രോപ്പസ് ഓവ്? ഓർത്തോട്രോപ്പസിന്റെ പ്രത്യേകത പടം ഉണ്ട്, അവിടെ ഫ്യൂണിക്കിൾ കാണാൻ കഴിയും. ഫ്യൂണിക്കിളും അതുപോലെ തന്നെ മൈക്രോപൈലും നേർരേഖയിൽ വരുന്ന ടൈപ്പ് ആയിരിക്കും. അതായത് ഫ്യൂണിക്കിളിന്റെ ഏറ്റവും മുകളിലായിട്ടായിരിക്കും കണ്ടു. ഫ്യൂണിക്കിൾ കഴിഞ്ഞ അടുത്ത ചലാസയാണ്. ചലാസ കഴിഞ്ഞാലാണ് മൈക്രോപൈൽ. ഇതെല്ലാം ഒരേ ലൈനിലാണ് കിടക്കുന്നത്. ഏറ്റവും മുകളിൽ മൈക്രോപൈൽ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഫ്യൂണിക്കിൾ. അങ്ങനെ മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലുള്ള ഫ്യൂണിക്കിൾ ആയിട്ടുള്ള ഓവലിനെയാണ് ഓർത്തോട്രോപ്പസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് വളരെയധികം കോമൺ ആയിട്ട് എല്ലാ ചെടികളിലും കാണപ്പെടുന്ന ടൈപ്പാണ് അനാട്രോപ്പസ് ഓവൽ. തലകീഴായി കാണപ്പെടുന്ന ഓവലുകൾ. ചിത്രം നോക്കുക. ഇവിടെ എന്താണ് പ്രത്യേകത? ആ ഫ്യൂണിക്കിളിനോട് ചേർന്നായിരിക്കും മൈക്രോപൈൽ കാണുന്നത്. നേരത്തെ കണ്ടിരുന്ന മൈക്രോപൈലിന്റെ ഭാഗം വളഞ്ഞ് ബെൻഡ് ചെയ്ത് തലകീഴായിട്ട് താഴോട്ട് വന്നിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ബെൻഡഡ് ആയിട്ടുള്ള തലകീഴായി കാണപ്പെടുന്ന വളരെയധികം കോമൺ ആയിട്ട് എല്ലാ പ്ലാന്റ്സിലും കാണപ്പെടുന്ന ടൈപ്പാണ് അനാട്രോപ്പസ് ഓവൽ എന്ന് പറയുന്നത്. പ്രത്യേകത അവിടെ യൂണിറ്റിനോട് ചേർന്നായിരിക്കും മൈക്രോപൈൽ കാണപ്പെടുന്നത്. എല്ലാ ടൈപ്പ് ചെടികളിലും കാണപ്പെടുന്നു. ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ചെമ്പരത്തി പറയാം, കാരണം എല്ലാ ചെടികളിലും കാണപ്പെടുന്നുണ്ട്. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ടൈപ്പാണ് കമ്പൈലോട്രോപ്പസ് എന്ന് പറയുന്നത്. കമ്പൈലോട്രോപ്പസിന്റെ പ്രത്യേകത ഇവിടെ ഓവ്യൂൾ ഫ്യൂണിക്കിളിന് ലംബമായിട്ടാണ് കാണപ്പെടുന്നത്. കണ്ടോ, ഓവ്യൂളിന്റെ ബോഡി ഫ്യൂണിക്കിളുമായിട്ട് ലംബം ഒരു പെർപെൻഡിക്കുലർ ആംഗിളിലാണ് കാണപ്പെടുന്നത്. പക്ഷെ ഇവിടെ അപൂർണമായിട്ടാണ് വളയുന്നത്. ഈ ഒരു കർവേച്ചർ അപൂർണമായത് കൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കും. ഇങ്ങനെ ഒരു ചെറിയ കർവിങ് ഉണ്ടാകുമ്പോൾ അപൂർണമായിരിക്കും, ഫുള്ളായിട്ട് കർവ് ചെയ്യുന്നില്ല. നേരത്തെ കണ്ടതുപോലെ അനാട്രോപ്പസ് പോലെ കർവ് ചെയ്യേണ്ടി വരുന്നതായിരുന്നു, പക്ഷെ അത് കർവിങ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് ഫ്യൂണിക്കിളിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഓവ്യൂൾ കാണപ്പെടുന്നത്. അതാണ് കമ്പൈലോട്രോപ്പസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കപ്പാരഡേസി ഫാമിലിയിലെ ചെടികളിലും ലെഗ്യൂമിനേസി പയറുവർഗത്തിൽപ്പെട്ട ചെടികളിലും അതുപോലെ ക്യാപ്സെല്ല ബ്രാസിക്കേസി കുടുംബത്തിലെ ക്യാപ്സെല്ലിൽ നമുക്ക് കമ്പൈലോട്രോപ്പസ് ഓവ്യൂൾ കാണാൻ കഴിയും. ഇത് മൂന്നുമേ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കി ജസ്റ്റ് ഒന്ന് പറയാം. ആംബിട്രോപ്പസ്. ആംബിട്രോപ്പസിന്റെ പ്രത്യേകത കമ്പൈലോട്രോപ്പസിനേക്കാൾ കുറച്ചുകൂടി വളഞ്ഞു കാണുന്നത്. കമ്പൈലോട്രോപ്പസ് വളഞ്ഞിരിക്കും, അപൂർണമായിട്ട് വളഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ചും കൂടെ വളഞ്ഞു വരുന്ന കണ്ടീഷനായിരിക്കും ആംബിട്രോപ്പസ് എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രത്യേകത ഭ്രൂണസഞ്ചി കുതിരയുടെ കുളമ്പിന്റെ ആ ഒരു ഷേപ്പിൽ, കാലിന്റെ കുളമ്പിന്റെ ഷേപ്പിൽ ഒരു ഹോട്ട് ഷൂ പോലെയാണ് കാണപ്പെടുന്നത്. അങ്ങനെ കാണപ്പെടുന്ന ഒരു ഹോട്ട് ഷൂ പോലെ കാണപ്പെടുന്ന ഇംബ്രോസാക്ക് ആയിരിക്കും ആംബിട്രോപ്പസ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ അലിസ്മേസിയെ അതുപോലെ ബ്യൂട്ടേസിയെ തുടങ്ങിയ ഫാമിലിയിൽ കാണാൻ. അടുത്താണ് ഹെമിട്രോപ്പസ് അല്ലെങ്കിൽ ഹെമി അനാട്രോപ്പസ് എന്ന് പറയും. ഇവിടെ മൈക്രോപൈലും ചലാസയും നേർരേഖയിൽ വരും. അതിന് ലംബമായിട്ടായിരിക്കും ഫ്യൂണിക്കിൾ കാണപ്പെടുന്നത്. ഉദാഹരണം റെനൻകുലേസി ഫാമിലിയിലെ റെനൻകുലസ് എക്സാമ്പിൾ. അടുത്താണ് സിർസിനോട്രോപ്പസ്. ഇവിടെ നീളമേറിയ ഫ്യൂണിക്കിൾ ഓവലിന്റെ ആ ബോഡിയെ ചുറ്റിയായിരിക്കും കർവ് ചെയ്ത് കാണപ്പെടുന്നത്, വളഞ്ഞ് കാണപ്പെടുന്നത്. ഇത്തരം ടൈപ്പിനെയാണ് സിർസിനോട്രോപ്പസ് എന്ന് പറയുന്നത്. പ്ലംബാഗോ, ഒപ്പൻഷെ, കള്ളുമുൾ ചെടികളൊക്കെ കാണാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെഗാസ്പോറോജനസിസും ഓവലിന്റെ ടൈപ്സുമാണ് ഡിസ്കസ് ചെയ്തത്. ഓവലിന്റെ നമുക്ക് പറഞ്ഞിരിക്കുന്ന 3 ടൈപ്പുകൾ ഓർത്തോട്രോപ്പസ്, അനാട്രോപ്പസ് ആൻഡ് കമ്പൈലോട്രോപ്പസ് ആണ്. ബാക്കിയും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം.